ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവരീ മരണം ചോദിച്ചു വാങ്ങിയതാ. ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നിങ്ങളൊക്കെ? നമ്മുടെ എബിയെ കൊന്ന അവനെ പിന്നെ എന്ത് ചെയ്യണമെന്ന മമ്മ പറയുന്നത്? കൊന്നു തള്ളണ്ടേ? പൊന്ന വേണ്ടായിരുന്നോ? മമ്മ പറ. അവൻ എന്റെ മോന. കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ലാളിച്ചതും അവനെയാ. ഈ വയറ്റിന്ന് അവൻ വന്നത്. അപ്പൊ അവനെ കൊന്നവരോട് നിങ്ങളെക്കാളൊക്കെ ദേഷ്യം എനിക്കാണ് വേണ്ടത്. പക്ഷേ നമ്മൾ സുരക്ഷിതരല്ല. ജോസെ, അല്ലെങ്കിലേ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ നീ. ഇനി ഈ പേരും പറഞ്ഞ് അവര് വീട്ടിൽ കയറി നിരങ്ങും. നിങ്ങളുടെ അപ്പന്റെ കാലത്ത് ഒരുത്തനും ഈ വീടിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. ഇപ്പൊ ആ അപ്പന്റെ മക്കൾ അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞ പോലീസിനെ ഭയന്ന് ജീവിക്കുന്നു. എതിരാളികളെ ഭയപ്പെടുത്താനാവണം നിങ്ങളുടെ അപ്പൻ കാർലോസിനെ പോലെ. അതുകൊണ്ട് കൂടിയാ അവരൊക്കെ അപ്പനെ ഗാംബിനോ എന്ന് വിളിച്ചത്. അങ്ങേരോടുകൂടി ആ പേരും പോയി. വിജയ അപ്പറ അകത്തുള്ള വേണ്ട, ഞാൻ കൊണ്ടുവരാം. മമ്മ, സോളമച്ചാൻ പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. ജോസെ, നീ ആ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് പോയി കാണണം. മരുന്ന് കണ്ടിന്യൂ ചെയ്. വാ. സോളമ, ഞാൻ അഡ്വക്കേറ്റുമായി സംസാരിച്ചു. നീ കീഴടങ്ങുന്നതാണ് നല്ലതെന്നാ വക്കീല് പറയുന്നത്. അതൊന്നും ശരിയാവില്ലോ അമ്മ. എന്നിട്ട് ജാമ്യത്തിലിറങ്ങാം മോനെ. ഇതൊരു സാധാരണ കേസല്ല, പോലീസ് മർഡറാ. അവര് വെറുതെ ഇരിക്കില്ല. അവരായിട്ട് നിന്നെ പൊക്കിയാൽ അറിയാലോ. ആദ്യം അഡ്വക്കേറ്റായിട്ട് സംസാരിച്ച് നിങ്ങൾ മുൻകൂർ ജാമ്യം റെഡിയാക്ക്. എനിക്ക് പറ്റില്ല പോലീസുകാരുടെ മൊഴിയെടുപ്പിന് നിന്ന് കൊടുക്കാനായിട്ട്. അല്ല, അവനെ കണ്ടില്ലല്ലോ. ശരിയാ. അലക്സേ, മുസ്തഫ എവിടെയാ? മുസ്തഫ, നിനക്ക് പാചകമൊക്കെ അറിയോ? ആ, കുറച്ചൊക്കെ. മമ്മി ഇടയ്ക്കൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു. മമ്മി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പപ്പയാണെങ്കിൽ വലിയൊരു ഭക്ഷണപ്രിയ. മമ്മിയുടെ മീൻകറിയൊക്കെ നല്ല രസമാണ്. അല്ല, നിങ്ങളിവിടെ കഥ പറഞ്ഞോണ്ടിരിക്ക. ഒരാളവിടെ വിശന്നിട്ട് പിച്ചും പേയും പറയുന്നുണ്ട്. വാ. ഇവള് പറഞ്ഞു നീ പഠിപ്പ് നിർത്തി ജോലിക്ക് ശ്രമിക്കാന്ന്. കൂടെ പഠിപ്പും വേണം. ഇത് തന്നെയാ മമ്മയും പറഞ്ഞു. ആ, തൊണ്ടയാട് ബൈപ്പാസിൽ ഇന്നലെ നടന്ന 2 പോലീസുകാരുടെ കൊലപാതകത്തിന് പ്രതികൾ ഉപയോഗിച്ചിരിക്കുന്നത് മോഷണ വാഹനമാണെന്ന് തെളിഞ്ഞു. അതിവിദഗ്ധരായ വാഹനമോഷ്ടാക്കളുടെ പങ്കും കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. എന്ത് വില കൊടുത്തും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിനിടയിൽ കൊല ചെയ്യപ്പെട്ട പോലീസുകാരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. ആരാ? മുസ്തഫ ഇല്ലേ? അകത്തുണ്ട്. അലക്സ എന്ന് പറഞ്ഞാൽ മതി. മുസ്തഫ, ഏതോ ഒരു അലക്സ് കാണാൻ വന്നിട്ടുണ്ട്. എന്താ വന്ന്? പെട്ടെന്നിറങ്ങ, വാ പോവാം.
സ്റ്റേഷനിൽ വെച്ച് അവരെന്തൊക്കെയാ ചോദിച്ചത്? ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞേ. ഒന്നും വിട്ടുപോകരുത്, ഒരു വാക്ക് പോലും. വാക്കുകളിലാണ് അവർ നമ്മെ ചതിക്കാനുള്ള പോയിന്റുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേർഡ് ബൈ വേർഡായിട്ട് പറ. അതിന് മാത്രമൊന്നും അവർ ചോദിച്ചില്ല. നീയായിട്ട് അവരോട് എന്തൊക്കെ പറഞ്ഞു അത് കൃത്യമായിട്ട് പറ. അവരെൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. പോലീസുകാർ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും. പല ആംഗിളുകളിലാവും ചോദിക്കുക. നമ്മളായിട്ട് അവർക്കൊന്നും ഇട്ടുകൊടുക്കരുത്. അവര് ചോദിക്കട്ടെ, അതവരുടെ ഡ്യൂട്ടിയാണ്. മിണ്ടാതിരിക്കുക, അതാണ് നമുക്ക് നല്ലത്, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാം അല്ലേ? അവളുടെ പേരെന്താണെന്നാ പറഞ്ഞ? ആരുടെ? താൻ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ലേ ആ കുട്ടിയുടെ? സൽമ. അവളോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ? ഇല്ല. ഉറപ്പാണോ? പറഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല. ഗുഡ്. നമ്മൾ സ്ത്രീകളുമായിട്ട് രഹസ്യങ്ങൾ കൈമാറുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. അവരുടെ ഒരു നേച്ചർ വെച്ച് ആരോടെങ്കിലുമൊക്കെ പറയണം. പ്രത്യേകിച്ച് പോലീസുകാരെ മറ്റോ ആണെങ്കിൽ പറയുകയും വേണ്ട, അക്കം വിട്ട് ചടയെന്ന് പറയും. അതെ, നിനക്കിനി അവളോട് പറയാതിരിക്കുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വെരി ഗുഡ്. ഇനി അവളെ കാണാതിരിക്കുന്ന രണ്ടുപേർക്കും നല്ലത്. മുസ്തഫ ഇനി ആ കുട്ടിയെ കാണരുത്, അതല്ലേ നല്ലത്? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന്. വക്കീൽ പേടിക്കണ്ട, ഇവൻ ഇനി അവളെ കാണില്ല, അല്ലേ മോനെ? ആ, ഒരു 500 രൂപയ്ക്ക്. ഓക്കെ. സർ,